തിരുവനന്തപുരം വർക്കലയിൽ സ്കൂൾ ബസ്സുകളുടെ താക്കോൽ തിരികെ നൽകാതെ കൈവശം വെച്ച മുൻ മാനേജർ. വർക്കല ഇടവ MRM KMM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ നാസിമിനെതിരെയാണ് പരാതി. കാലാവധി കഴിഞ്ഞിട്ട് മാനേജർ താക്കോൽ നൽകിയില്ല എന്നാണ് PTA പ്രസിഡന്റ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ പുതിയ മാനേജർ സ്ഥാനമേൽക്കാത്തതുകൊണ്ടാണ് താക്കോൽ കൈമാറാത്തതെന്നാണ് നാസിമിന്റെ വിശദീകരണം. എനിക്ക് ഡിഒയുടെ ഓർഡർ അനുസരിച്ച് സ്കൂളിൽ പുതിയൊരു മാനേജർ വരുന്നത് വരെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും എന്നെ സൂക്ഷിക്കണമെന്ന് എനിക്ക് ഒരു ഓർഡറുണ്ട്. അതനുസരിച്ച് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പുതിയ മാനേജർ വന്നാൽ സ്കൂളിൻ്റെ പറയുന്ന ചുമതലയിലുള്ള എല്ലാ കാര്യങ്ങളും അവരെന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും. ബസ്സിൻ്റെ താക്കോൽ ഉൾപ്പെടെ മറ്റുള്ള കാര്യങ്ങളുണ്ട്, മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ആകത്തുള്ളതും ഒക്കെ ഉണ്ട്. അതൊക്കെ അവരെ ചുമതലയിൽ അത് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കണം, പുതിയ മാനേജർ വരുന്നത് വരെ സൂക്ഷിക്കണം, വന്നാൽ നിങ്ങൾ അവരെ ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് കിട്ടിയ ഓർഡർ. അതനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ശരി, അരുൺ സോളമൻ വിവരങ്ങൾ നൽകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണം നമ്മൾ കേട്ടു. അദ്ദേഹം എന്തു പറഞ്ഞാലും ഈ സ്കൂൾ ബസ്സിന്റെ താക്കോലൊക്കെ വെറുതെ കയ്യിൽ വെച്ചിരുന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അവിടെയുള്ള ജീവനക്കാർക്കും അതോടൊപ്പം അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. കാരണം അവർക്ക് സഞ്ചരിക്കേണ്ട ബസ്സാണ്. താക്കോലില്ലാതെ അത് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഈ വാർത്തയായി വലിയ ചർച്ചയായി. ഇനിയെങ്കിലും ആ താക്കോൽ കൊടുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണിപ്പോൾ നടപടി? ഷിക്കാസ്, ഇത് വർക്കല ഇടവ MRMK ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സ്കൂൾ ബസ്സുകൾ പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായത്. ഇതിന്റെ ഒരു പ്രധാന കാരണം MRMK എന്ന് പറയുന്നത് മാനേജ്മെന്റ് സ്കൂളാണ്. ഇതിന്റെ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ കാലത്തിനു ശേഷം 12ഓളം വരുന്ന അദ്ദേഹത്തിന്റെ മക്കളാണ് ഓരോ വർഷവും ഓരോ മാനേജറായിട്ട് ബൈലോ പ്രകാരം ഈ സ്കൂള് മുന്നോട്ട് നടത്തി വന്നിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലയളവിൽ ഇതിന്റെ 6ാമത്തെ പ്രതിനിധിയായിട്ട് എത്തിയ വ്യക്തി മരണപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ നാസിം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ കാലയളവിൽ, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ അദ്ദേഹമായിരുന്നു ഈ സ്കൂളിന്റെ മാനേജർ. അദ്ദേഹത്തിന്റെ കാലാവധി ഫെബ്രുവരി 28 തീർന്നതിന് പിന്നാലെ ഈ സ്കൂളിലെ രേഖകളും അതുപോലെ തന്നെ മറ്റ് ഈ 4 ബസ്സുകളുടെ താക്കോലും ഇദ്ദേഹം എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് PTA പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികൃതരും വർക്കല പോലീസിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ചൈൽഡ് ലൈനുമാണ് പരാതി നൽകിയത്. പക്ഷേ ഈ പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കാരണം പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ PTA പ്രസിഡന്റ് അടക്കമുള്ളവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാരണം 4 ദിവസം ഇപ്പോൾ സ്കൂൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് PTA പ്രസിഡന്റ് മേൽനോട്ടത്തിൽ തന്നെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ അധ്യാപകരും ചേർന്നാണ് സ്വകാര്യ വാഹനത്തിലാണ് ഈ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്ന നടപടികൾ നടത്തിയത്. പക്ഷേ 4 ദിവസം തന്നെ 43,000 രൂപയാണ് ചെലവ് വന്നത്. പക്ഷേ ഇതിനോടകം തന്നെ നാസിം എന്ന് പറയുന്ന മുൻ മാനേജറുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പങ്കുവെക്കുന്നത് പുതിയൊരു മാനേജർ വരാത്ത പക്ഷം തനിക്ക് ഈ സ്കൂളിൻ്റെ രേഖകളോ മറ്റ് ഈ ബസ്സുമായി ബന്ധപ്പെട്ടുള്ള താക്കോലുകളോ കൈമാറാൻ കഴിയില്ല, അത് ചട്ടലംഘനമാണ് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. പക്ഷേ ഈ സ്കൂൾ ബസ്സിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കുമായിട്ടുള്ള ചെലവ് ഏകദേശം 10 ലക്ഷത്തോളം രൂപ വരും. അത് പുതിയ മാനേജർ വഹിക്കണമെന്നുള്ള ഒരു വാദം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ് ഇപ്പോൾ വലിയ ആശങ്കയിലായിരിക്കുന്നതും പ്രതിസന്ധിയിലായിരിക്കുന്നതും. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടായാൽ മതിയാകൂ. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് ഈ മാനേജ്മെന്റിന് ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഷികാസ്, ശരിയായിരുന്നു. അപ്പോൾ എത്രയും വേഗം ഒരു ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം കുട്ടികൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഒരുപാട് ആളുകൾക്ക് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു വാർത്ത വന്നു, ഇടപെടൽ ഉണ്ടായതിന്റെ പിന്നാലെയെങ്കിലും താക്കോൽ നൽകാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളത് നാളെയോ മറ്റന്നാളോ ഒക്കെ കാത്തിരുന്ന് നമുക്കറിയാം.